ഹായ്, നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് എസ് എബ്രോഡിൻ്റെ ഓഫീസിൽ നമുക്ക് സമ്മർ കന്തിൽ പഠിക്കുന്ന രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട്. വന്ദനയും അശ്വിനിയും. വന്ദന ഇസ് ഫ്രം അങ്കമാലി, ഒരു പ്രശസ്തമായ പാട്ടുകാരിയാണ്, 3-4 സിനിമയിൽ പാടിയിട്ടുണ്ട്. അശ്വിനി തിരുവനന്തപുരംകാരിയാണ്, സമ്മർ കന്തിൽ 3rd ഇയർ പഠിക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ചു ഇവരെ വിളിച്ചിരുത്തി നമുക്ക് കുറച്ച് സമ്മർ കന്ത് വിശേഷങ്ങൾ അറിയാം, അവിടുത്തെ പഠന രീതികൾ, അവിടുത്തെ ലൈഫ് അറ്റ് സമ്മർ കന്ത്, അല്ലെങ്കിൽ കൾച്ചറൽ ആക്ടിവിറ്റീസ്, നാട് വിട്ടുപോയി സമ്മർ കന്തിൽ പഠിക്കുമ്പോഴുള്ള അവരുടെ ഒരു എക്സ്പോഷർ ആൻഡ് ഹൗ ഇസ് സമ്മർ കന്ത് എന്നുള്ളൊരു ചുമ്മാ ഒരു ക്വസ്റ്റ്യനെയർ, ഒരു ചിറ്റ് ചാറ്റ് പോലെ നമ്മളിരിക്കുന്നു. അപ്പോൾ വന്ദന, ടെൽ മീ ഹൗ ഇസ് സമ്മർ കന്ത്? വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിറ്റിയാണ് സമർക്കന്ത്. അതുപോലെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റി, തൃശ്ശൂർ പോലെ. അപ്പോ ഇന്ത്യൻസ് ഒത്തിരി കുട്ടികളുണ്ട് ഞങ്ങള്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളൊരു ഫീൽ ഇല്ല. മലയാളികൾ ഒരുപാട് പേരുണ്ട് ഞങ്ങള്. അതുപോലെ തന്നെ റഷ്യൻ ബിൽഡാണ്, പേർഷ്യൻ ആർക്കിടെക്ചർ ആണ് എല്ലാം. ഹിസ്റ്റോറിക്കലി ആർക്കിടെക്ചർ ഒക്കെ ഭയങ്കര ഭംഗിയാണ്. ഹിസ്റ്റോറിക്കലി മാത്രമല്ല, കൾച്ചറലി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഞങ്ങള് കൾച്ചറൽ ക്യാപിറ്റലാണ്. കളിക്കല്ലേട്ടാ, ഞങ്ങള് കൾച്ചറൽ ക്യാപിറ്റലാണ്. അതുപോലെ അക്ബർ, ബാബർ, അങ്ങനത്തെ ഒരുപാട് ആൾക്കാര് ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടേതായ ഒരുപാട് കൾച്ചറൽ മോണുമെന്റ്സും അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളും അവിടെ ഉസ്ബെക്കിസ്ഥാനില് ഉണ്ട്. സമർക്കണ്ടിൽ തന്നെ ഉണ്ട്. ആൻഡ് സമർക്കണ്ട് നമ്മൾ പണ്ട് ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങള് പഠിക്കുമ്പോ താജ്മഹല് അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സിൽക്ക് റോഡ് എന്ന് പറഞ്ഞിട്ട് ട്രേഡിംഗിന്റെ സിൽക്ക് റോഡ്, അത് സമർക്കണ്ടിലാണ്. സിൽക്ക് റൂട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഉമാദേവി ടീച്ചറായിരുന്നു ഞങ്ങളുടെ ഹിസ്റ്ററിയുടെ ടീച്ചർ. അപ്പോ അങ്ങനത്തെ വളരെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ്. ടൂറിസ്റ്റുകൾക്കും അതേപോലെ ഭയങ്കര പീസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് പഠിക്കാനും എല്ലാത്തിനും അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെയുള്ള അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സിറ്റിയാണ്. അവിടെ മൊത്തത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ സിറ്റി സെന്ററിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി ഉള്ളത്. അപ്പൊ അതുകൊണ്ട് മെയിൻ സിറ്റി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കയ്യിൽ ദൂരത്ത് കിട്ടും. വേറെ പ്രശ്നങ്ങളൊന്നും. ഇവിടുന്ന് അങ്ങോട്ട് പോവാനുണ്ടായ സാഹചര്യം എന്താ? എന്തുകൊണ്ട് സമ്മർക്കന്തിൽ പോയി പഠിക്കാൻ തീരുമാനിച്ചു? നമ്മള് നീറ്റ് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ശതമാനം കുട്ടികൾക്ക് മാത്രമല്ലേ ഇവിടെ അഡ്മിഷൻ ഉള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും കുട്ടിയായിരിക്കും പോലെ എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ അബ്രോഡ് MBBS നോക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഒത്തിരി യൂണിവേഴ്സിറ്റീസ് ആ സമയത്ത് ഒത്തിരി കൺട്രീസ് റെഫർ ചെയ്തിരുന്നു. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, അത് മാത്രമല്ല നമുക്ക് ഇന്ത്യൻ ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പം അതൊരു വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. അശ്വിനിയുടെ സിസ്റ്റർ അവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞു അതും ആക്ച്വലി ആലോചിച്ച ഒരു തിരുവനന്തപുരംകാരി സമ്മർക്കന്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് മലയാളി ടീച്ചേഴ്സ് ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെന്റിലുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും മലയാളി ടീച്ചേഴ്സ് ഉണ്ട്. അതിലൊരു തൃശ്ശൂർക്കാരി ഉണ്ടാവും. ഉണ്ടാവും, ഉറപ്പാണ്, സംശയമില്ല. അപ്പോ അതുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ദൂരെയാണ്, അങ്ങനെ ഒരു ഫീൽ ഇല്ല. നമ്മള് ചേട്ടന്മാരെ ചേച്ചിമാരെ പോലെയാണ് നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക്. അപ്പോ അതിന്റെ ഒരു പ്ലസ് പോയിന്റ് നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് നമ്മൾ സമർക്കണ്ടിൽ തന്നെ ചൂസ് ചെയ്യാം എന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഇപ്പൊ 3rd ഇയർ പഠിക്കുന്നു. ശരിക്കും അത് അങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം പോയതാണോ, അതോ വീട്ടിൽ നിന്ന് മാറണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു? ഞാൻ ഞാൻ ഇപ്പൊ കുറെ കുട്ടികളെ കാണല്ലേ, അപ്പൊ അവര് പറയുന്ന ഒരു ഒട്ടുമിക്ക ഭയങ്കര ബുജിക്കള് പഠിക്കണം എന്ന ആഗ്രഹം, എനിക്ക് അങ്ങനെ പറ്റൂ എന്നുള്ളവര് ഓക്കെ, അതൊരു എന്താ പറയാ, ഉറപ്പായിട്ടും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പോകുന്നത്. പക്ഷെ ഞങ്ങളെ പോലുള്ള അല്ലെങ്കിൽ എന്നെ പോലുള്ള തല്ലിപ്പുള്ളികളൊക്കെ പറയും വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, ഇവിടെ മടുത്തു, ഈ 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിച്ച് പരിവായി, ഇനി ഞങ്ങൾ പുറത്തു പോയി പഠിക്കുക, അങ്ങനെ പറയുന്നവരുണ്ട്. വന്ദനതിൽ ഇതിൽ പെടും? രണ്ടിലും പെടും. പക്ഷെ 18 വയസ്സാവാൻ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പം വീട്ടുകാർ പറഞ്ഞിരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 18 വയസ്സ് കഴിയുമ്പോ നിങ്ങൾക്ക് ചെയ്യാമെന്നായിരുന്നു. പക്ഷെ ഇവിടെ നിന്നപ്പോഴാണ് മനസ്സിലായത് 18 വയസ്സ് കഴിഞ്ഞിട്ടും കാര്യമില്ല. വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചെറുതും എന്ത് ചെയ്താലും ആ ഒരു ജയിലിലാണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്താലും അത് കുറ്റാണ്. നമ്മൾ ലേറ്റായി തിരിച്ചു വന്നാൽ കുറ്റാണ്. നമ്മൾ ആരെങ്കിലും കൂടെ ഫ്രണ്ട്സായി പുറത്തു പോയ കുറ്റാണ്. നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മലയാളി കൾച്ചർ മാറിയിട്ടില്ല. നമ്മളിപ്പോ 2024 നിൽക്കണേ. നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയി, അച്ഛനും അമ്മയും മക്കളൊക്കെ ഫ്രണ്ട്സ് രീതിയിലാണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി 6 മണിക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ ഒരു സ്ഥലമുണ്ട് അവിടെ അല്ലേ? അതൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ കോഴ്സ് വിട്ട് കളഞ്ഞിട്ട് പുറത്ത് പോയി സെറ്റിൽ ചെയ്യണം അങ്ങനെ ഒരു
പഠിച്ച് തിരിച്ചു വരാം. ആ 5 കൊല്ലം അടിച്ചു വിളിക്കുക അല്ലേ? ഞങ്ങളൊക്കെ പണ്ട് ബാംഗ്ലൂർ പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പറ്റിയില്ല. മനസ്സിലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ശരിക്കും ഒരു ഫ്രീ ലൈഫ്, ആരും ചോദിക്കാനും പറയാനും ഇല്ല, പഠിക്കാം, അടിച്ചു പൊളിക്കാം, സ്ഥലങ്ങൾ കാണാം. ഡിസിഷൻ മേക്കിംഗ് നമ്മളൊരു സെൽഫ് ഒരു പവർ വരും നമുക്ക്. മറ്റേ നമ്മളെല്ലാവരും ഡിപ്പെൻഡന്റ് ഫാമിലി, പാരന്റ്സ്, അതും കഴിഞ്ഞ അമ്മാവൻ, അമ്മായി, ചെറിയച്ഛൻ, അവരൊക്കെ കേൾക്കണം. നമ്മൾ ഇതിലൊന്നുമില്ല. നമ്മുടെ സ്വന്തം ഡിസിഷൻസ്, നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എല്ലാം നമുക്ക് ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്യുന്നത്. അപ്പം മാസത്തില് വീട്ടിൽ നിന്ന് പൈസ അയച്ചു തരുന്നതിന്റെ കൂട്ടത്തില് ആ മാസത്തെ ചെലവ് നമ്മൾ സ്വന്തമായിട്ട് മാനേജ് ചെയ്യണം. ഫസ്റ്റ് 2 വീക്സ് കുറച്ചധികം ചെലവാക്കിയ ലാസ്റ്റ് 2 വീക്സ് നമ്മൾ മണി മാനേജ്മെന്റ് നന്നായിട്ട് പഠിച്ചു. നോർമലി ഒരു കുട്ടിയെക്കാളും നന്നായിട്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ പറ്റുന്നുണ്ട്. ഹാപ്പിയാണ്. എന്ത് മിസ് ചെയ്യുന്നു നാട്ടിൽ നിന്ന് പോയിട്ട് സമർക്കന്ദിൽ നിൽക്കുമ്പോ? വാട്ട് യു മിസ്? എന്ത് മിസ് ചെയ്യുന്നു? നാട്ടിലെ ഫുഡ് എന്തായാലും മിസ് ചെയ്യും. ഫുഡ് തന്നെ മിസ്സിംഗ് അല്ലേ? നമ്മുടെ മലയാളി ഫുഡ് കിട്ടും അവിടെ? ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. 2-3 ഹോട്ടൽസ് ഞങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്, റെസ്റ്റോറന്റ്. നിങ്ങളുടെ കോളേജ് ഹോസ്റ്റലിൽ കിട്ടുമോ? കോളേജ് ഹോസ്റ്റലില് ഇന്ത്യൻ ഫുഡ് തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ഇന്ത്യൻ ഫുഡ് തന്നെ തരുന്നത്? ഓ ശരി. സ്റ്റുഡൻസിനെല്ലാം കൺവീനിയന്റ് ആയിട്ടുള്ള രീതിക്ക് അത്യാവശ്യം നല്ല ദോശയും ഉഴുന്നോടെയൊക്കെ കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടില്ല. നമ്മുടെ നാട്ടിലെ ടേസ്റ്റിന് കിട്ടില്ല, കിട്ടും. ദോശ, എല്ലാ ഫുഡും അവിടെ അവൈലബിൾ ആണ്. ആക്ച്വലി പൊറോട്ട, ഇന്ത്യൻ റെസ്റ്റോറന്റ്സ് ഉണ്ട്. ബീഫ് ഇല്ല. ബീഫ് ബാൻഡ് ആണോ അവിടെ? അല്ലല്ല, ബീഫ് അവിടെ കിട്ടും. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലിൽ കിട്ടില്ല. വറുത്തരച്ച് നാളികേരട്ടത്. പക്ഷേ നമ്മുടെ ചുറ്റിൽ തന്നെ ഒരു 3 to 4 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നമ്മള് മിക്കവാറും ബിരിയാണി ഉണ്ട്, നെയ് റോസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മള് മസാല ദോശ കഴിക്കാനൊക്കെ ആയിട്ട്. ഇപ്പൊ നമ്മൾ ചില സമയത്ത് എക്സാം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സെൽഫ് അപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ മസാല ദോശ കഴിക്കാനായിട്ട് പോകാറുണ്ട്. ആക്ച്വലി ഈ സമർക്കന്ത് പ്ലാൻ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രീനു സാറ് അല്ലെങ്കിൽ യെസ് അബ്രോഡ് നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം നിങ്ങളെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കിൽ ശ്രീനു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എങ്ങനെയൊക്കെ അതിന്റെ പ്രോസസ്സിങ് ചെയ്തു? അത് കഴിഞ്ഞ് അവിടെ എത്തിയതിന് ശേഷം ഉണ്ടായിരുന്ന സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആക്ച്വലി ഒരു ടെസ്റ്റിമോണിയലാണ്. ഞങ്ങള് എന്താ പറയാ, നമ്മൾ യെസ് അബ്രോഡ് ചെയ്തു എന്ന് പറയുന്ന ഒരു നമ്മുടെ ടെസ്റ്റിമോണിയലും കൂടിയാണ്. അപ്പൊ ടെൽ മീ ഹൗ ഹെൽപ്ഫുൾ വാസ്? ശ്രീനു സാർ അല്ല, ശ്രീനു ചേട്ടനാണ്. നമുക്ക് അത്ര ക്ലോസ് ആണ്. ഞാൻ സാറിനെ വിളിക്കുക. നമുക്ക് അവിടെ ചെന്നതിന് ശേഷം പറഞ്ഞ പോലെ എല്ലാം പുതിയ അറ്റ്മോസ്ഫിയർ ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് പുറത്തേക്ക് മാറി നിൽക്കുന്നത്. ആ സമയത്ത് വെറുതെ നമ്മളെ അവിടെ ചെന്ന് നമ്മളെ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യിപ്പിക്കുക മാത്രമല്ല നമുക്ക് ചെയ്തു തന്നത്. അതായത് നമുക്ക് അവിടെ പ്രൊസീജിയേഴ്സ് ഒരുപാടുണ്ട്. അപ്പം ത്രൂ ഔട്ട് ഓൾ ദ പ്രൊസീജിയേഴ്സ് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പം എൻ്റെ 2 ഫ്രണ്ട്സിന് പെട്ടെന്ന് ഒരു അത്യാവശ്യം നാട്ടിൽ വരേണ്ട ഒരു സിറ്റുവേഷൻ, ഫാമിലി സിറ്റുവേഷൻ, നാട്ടിൽ വരേണ്ട വന്നപ്പോൾ ശ്രീനു ചേട്ടനാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ നമുക്ക് അവർക്ക് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു ടൈപ്പും എല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. നോർമൽ ഒരു കൺസൾട്ടൻസി പോലെ കുട്ടികളെ അവിടെ വിട്ടിട്ട് പിന്നെ ബന്ധമൊന്നുമില്ല, അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു ആവശ്യത്തിന് വിളിച്ച് അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്യും. അതുപോലെ നമ്മളെ ഹോസ്റ്റലിന്റെ സമയത്ത് ലൈറ്റ് പോയി ഒരിക്കൽ ഹോസ്റ്റലിനകത്ത് ഞങ്ങളുടെ റൂമിനകത്ത് പിറ്റേ ദിവസം നമുക്ക് ലൈറ്റ് ഇട്ട് വന്നു. അങ്ങനെ നമുക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ആദ്യം വിളിക്കുക ചേട്ടനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊസീജിയേഴ്സ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഈവൻ പോകുന്നതിന് മുന്നുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഈവൻ എന്റെ ഡോക്യുമെന്റ്സ് വീട്ടിൽ വന്ന് കളക്ട് ചെയ്തു. ഞാൻ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യുമല്ല ചെയ്തത്. അപ്പൊ ഓഫീസിൽ വന്ന് ആദ്യം മീറ്റ് ചെയ്തു. അതിനുശേഷം ചേട്ടൻ പറഞ്ഞു ഞാൻ എന്തായാലും അതിൽ പോകുന്നുണ്ട്, അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്തോളാം. അങ്ങനെ അതുകൊണ്ട് പേരൻസിനും ഭയങ്കര ക്ലോസ് ആണ്. വീട്ടിലൊക്കെ വരുന്നത് കൊണ്ട് പേരൻസിന് നന്നായിട്ട് അറിയാം. അപ്പൊ അതിലേക്ക് പോകുമ്പോ ഇടയ്ക്ക് വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നീറ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ ഇപ്പൊ MBBS പ്ലാൻ ചെയ്യുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഇപ്പൊ 3 years ആയി അവിടെ പഠിക്കുന്നു. അപ്പൊ വന്ദനയ്ക്ക് അതിൽ എന്ത് ഉപദേശം കൊടുക്കാം? അശ്വിനിക്കും എന്ത് ഫോർ എ യങ്സ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം? അല്ലെങ്കിൽ വെൽക്കം ടു സമർക്കന്ത് എന്നുള്ളതിന് ഹൗ ക്യാൻ യു ഹെൽപ് ദം? MBBS എന്ന് പറയുന്ന ഒരു വലിയ ജേർണിയാണ്. 6 years ജേർണിയാണ്.
അത് ഒത്തിരി നീറ്റ് എഴുതുന്ന 24 lakh സ്റ്റുഡൻസ് എന്താണ് ഇത്തവണ നീറ്റ് എഴുതിയത്. 24 lakhs. അതിനകത്തുനിന്ന് 2 to 5% മാത്രം കുട്ടികൾക്കാണ് എൻട്രി ഉള്ളൂ ഇന്ത്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസിലേക്ക്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ വിഷമിക്കുന്ന ഒരു കാര്യമാണ്. കാരണം 24 ലക്ഷം കുട്ടികളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും MBBS തന്നെ എന്നുള്ള ഒരു ഇതിനകത്താണ് വരുന്നത്. ഈ സെയിം സിറ്റുവേഷനിലൊക്കെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം നിങ്ങൾക്ക് അത് പറഞ്ഞു നടക്കാൻ പറ്റും. അതെ, അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിട്ട് പോലും നമുക്ക് ഇവിടെ ലാസ്റ്റ് അറ്റംപ്റ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ടും നമുക്ക് എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? എനിക്ക് നീറ്റിന് 502 മാർക്ക് ഉണ്ടായിരുന്നു. മറ്റേ പെർസെന്റേജ് മറ്റേ ഇതില് പ്ലസ് ടു 83% ഉണ്ടായിരുന്നു. സെയിം എന്റെ മാർക്ക്. ഓക്കെ. അപ്പോ എന്നിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്പേസ് കിട്ടുന്നില്ല, ഒരു കോളേജ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അബ്രോഡ് MBBS നോക്കാം എന്ന് വിചാരിച്ചത്. അപ്പോ എന്തുകൊണ്ട് നല്ല ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ എന്തായാലും ഒരു പുറത്ത് വേറൊരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും നമ്മുടെ FMG തന്നെയാണ്. അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ്. അത് ഇന്ത്യയിൽ പഠിച്ചാലും അവിടെ എവിടെ പഠിച്ചാലും നമ്മളൊരു FMG തന്നെയായിരിക്കും. അങ്ങനെ നോക്കിയപ്പോ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ ആണ് എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് ഈ കൊല്ലത്തെ കുട്ടികളോട് അവരെന്ത് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അവരെപ്പോഴാണ് കറക്റ്റ് അഡ്മിഷന് കൊടുക്കേണ്ടതും അവിടെ പഠിക്കാൻ കൊടുക്കേണ്ട ഡീറ്റെയിൽസുകൾ അതെന്താണ് ഒന്ന് പറഞ്ഞു കൊടുക്കും? ഞങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ 12th സർട്ടിഫിക്കറ്റും നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് സ്കോറും പിന്നെ നമ്മുടെ പാസ്പോർട്ടും ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്നത്. 3 ഡോക്യുമെന്റ്. അപ്പൊ തന്നെ നമ്മുടെ വിസയുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അത് വെച്ചിട്ട് വളരെ സിമ്പിൾ പ്രൊസീജിയർ ആയിരുന്നു. നമ്മൾ ഈ പറയണ പോലെ വലിയൊരു ബാല്യകലാമറയൊന്നല്ലത് അല്ലെ, ഒരു എന്താ പറയാ അതൊന്നും നമ്മളെ കൊണ്ടാവില്ല അല്ലെ. പിന്നെ എല്ലാവർക്കും ഒരു തോട്ട് ഉണ്ട് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അല്ലെ. അത് വെച്ച് നോക്കുമ്പോ സമർക്കന്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്. നമ്മൾ ഒത്തിരി കൺട്രീസ് വാല്യൂവേറ്റ് ചെയ്ത സമയത്തൊക്കെ ഒത്തിരി ഇഷ്യൂസ് വന്നത് ബഡ്ജറ്റിന്റെ കാര്യത്തിലായിരുന്നു. അപ്പോ ഇത് നമുക്ക് വളരെ ഇന്ത്യൻ മണി വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് എനിക്ക് തോന്നുന്നു ക്ലോസ് ടു 30 lakhs വ്യത്യാസമുണ്ട് അല്ലെ. അത്രയും കുറവാണ് ഇവിടെ. അപ്പൊ ബാക്കിയുള്ളടത്ത് ഇപ്പൊ 70 വരികയാണെങ്കിൽ നമുക്കിവിടെ 30 വരുന്നുള്ളൂ. അതും ലിവിംഗ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ കുറവാണ്. ഹോസ്റ്റൽ റെന്റ് നോക്കുകയാണെങ്കിൽ കുറവ്. ലിവിംഗ് എക്സ്പെൻസ് ഇന്ത്യ ആയിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന എക്സ്പെൻസേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. തൃശ്ശൂരാണെങ്കിൽ എക്സ്പെൻസീവ്. അപ്പൊ അശ്വിനിയുടെ ഒരു വ്യൂ പോയിന്റ് പറയോ, ഹൗസ് സമർക്കന്ത് എന്നുള്ളതും കുട്ടികൾ ഇനി വരികയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ എന്താണ്? പുറത്ത് വന്ന് പഠിക്കുമ്പോൾ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റഡീസിനെ വെച്ച് പുറത്തുനിന്ന് എല്ലാവരും കമ്പയർ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് പഠിക്കുന്നവരെ വലിയൊരു ഡിഫറൻസ് നമുക്ക് ഇതുവരെയ്ക്കും ഫേസ് ചെയ്തിട്ടില്ല. നാട്ടിൽ പഠിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പോലും അങ്ങനെ വലിയൊരു ഡിഫറൻസ് നമുക്ക് ഫേസ് ചെയ്തിട്ടില്ല. പോരാത്തതിന് നമ്മുടെ സെക്കൻഡ് ഇയർ മുതൽ നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള കോളേജ് വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഇയറിൽ കിട്ടുന്നില്ല, പലയിടത്തും കിട്ടുന്നില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഞങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി തരുന്നത് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങളുടെ ഇന്ത്യൻ ടീച്ചേഴ്സ് ഒരുപാട് അവൈലബിൾ ആണ് അവിടെ. പുറത്ത് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതായിട്ട് എനിക്കറിയില്ല. അവിടെയുള്ള ഞങ്ങൾക്ക് ഉസ്ബെക്ക് ടീച്ചേഴ്സും ഉണ്ട്. നമ്മൾ റൗണ്ട്സിനൊക്കെ പോകുമ്പോൾ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷീറ്റ്സ് ആയാലും പ്രിപ്പയർ ചെയ്യാനും കാര്യങ്ങൾക്ക് എല്ലാവർക്കും അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈബ്രറി ഇന്ത്യൻ ബുക്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് FMG ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. വരുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്യാനായാലും ഒത്തിരി കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളുടെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് പുറത്തും വേറെ കൺട്രീസിലൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വാട്ട് മേക്ക് സമർക്കന്ത് ഡിഫറൻസ് ഫ്രം ദം, അല്ലെങ്കിൽ അവർക്കിപ്പോ അവിടെ എങ്ങനെയാടാ, അവിടെ ഭയങ്കര പാടാടാ, അവിടെ അങ്ങനെയാടാന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിക്കില്ലോ അയ്യോ ഭാഗ്യം സമർക്കന്തിൽ ഒന്ന് ചേർന്നത് ആലോചിക്കില്ലോ. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ബഡ്ജറ്റാണ് ഫസ്റ്റ്. കാരണം എല്ലാവർക്കും നല്ല രീതിക്ക് ലിവിങ് എക്സ്പെൻസും ആവുന്നുണ്ട്, ഫീസും നല്ല രീതിക്ക് വരുന്നുണ്ട്. നമുക്ക് ഫീസിന്റെ പൈസ ആണെങ്കിലും ലിവിങ് എക്സ്പെൻസ് ആണെങ്കിലും നല്ല രീതിക്ക് കുറവാണ്. അതൊരു ഫസ്റ്റ് ഓൾമോസ്റ്റ് ഹാഫ് കുറവാണ്. അതൊരു ഭയങ്കര കൊടുക്കുന്നില്ല. അതെ, 6 വർഷം പഠിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ഇത് മാത്രല്ല വീട്ടുകാർക്കും ഓൾമോസ്റ്റ് ഞാൻ അറിയുന്ന എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ ഫാമിലീസിന്റെ വിചാരം പുറത്തു പോയി പഠിക്കണമെങ്കിൽ ഒരു 80 ലക്ഷം 1 കോടി രൂപ വേണം, എന്നാലേ
പുറത്ത് പോയി പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇന്നർ സർക്കിളിലുള്ള ആൾക്കാരുടെ ഒരു കോൺസെപ്റ്റ്. വരാൻ സമർക്കന്തിൽ പോകണമെങ്കിൽ 30 ലക്ഷം രൂപ പിടിക്കാം അല്ലേ, 30 ലക്ഷം രൂപയ്ക്ക് ഡോക്ടറാവാം. ലീവ് എക്സ്റ്റൻസ് ഭയങ്കര കുറവാണ്. പിന്നെ ഫാക്കൽറ്റീസ് ആയാലും ഇന്ത്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കണക്ഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ടീച്ചേഴ്സ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് ഉള്ളൂ. അപ്പോൾ അതൊരു വലിയ പോയിന്റ് ആണ്. നമ്മൾ പറയുന്നത് കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് നന്നായിട്ട് പറ്റും. അപ്പം നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിനെന്താ വീണ്ടും പറഞ്ഞുതരാം, ഇഷ്ടംപോലെ പ്രാവശ്യം പറഞ്ഞു തരാമെന്ന് പറയുന്ന മറ്റത് സായിപ്പന്മാരാകുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇന്ത്യൻ ടീച്ചേഴ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഭയങ്കര കുറവാണ്. ഞാൻ ഈ അടുത്തല്ല ഒരു 10 കൊല്ലം മുമ്പ് 2014 ഭൂട്ടാനിൽ പോയി. ഭൂട്ടാനിൽ ചെന്നപ്പോൾ നമ്മൾ അവിടെ ഒരു ചായക്കടയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞു നിൽക്കണതിന്റെ ഇടയിൽ ഞങ്ങള് ഇന്ത്യയിൽ നിന്നാണ് അല്ലെങ്കിൽ മലയാളിയാണെന്ന് പറഞ്ഞപ്പോ ആ ചായക്കടക്കാരൻ വരെ നമ്മളെ തൊഴുതു. കാരണം അവിടെ പഠിപ്പിക്കുന്നത് എല്ലാവരും ഇന്ത്യക്കാരോ മലയാളികളോ എല്ലാവരും. അപ്പോൾ അതായത് അവിടെ പഠിച്ച് വളർന്ന പയ്യന്മാര് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് മലയാളികളാണ്. അപ്പൊ അവർക്ക് നമ്മളോട് ഭയങ്കര ബഹുമാനാണ്. സെയിം ആസ് ഇപ്പൊ ഇവിടെ നിങ്ങൾ പറയുമ്പോ അവിടെ ഇന്ത്യക്കാര് ടീച്ചർ പഠിക്കുന്നു, നമ്മുടെ പിള്ളേരെ അങ്ങോട്ട് പോകുന്നു അല്ലെ. എനിക്ക് തോന്നുന്നു ക്ലോസ് ടു 60% ഉണ്ട് മലയാളികൾ, ഞാൻ മനസ്സിലാക്കി അല്ലെ. അതില് 60% പെൺകുട്ടികളാണ് അല്ലെ. എഗെയിൻ നമ്മൾ നോക്കുമ്പോ ഇന്ത്യൻ ഫുഡ്, ഇന്ത്യൻ ലൈബ്രറി, മൊത്തത്തിൽ മറ്റന്മാരവിടെ ഇരുന്ന് ഉഷ്ണിക്കണു, പാത്രം കഴുകണു, മറ്റന്മാരവിടെ ബുദ്ധിമുട്ടി പഠിക്കുന്നു, നിങ്ങൾ ഇവിടെ ചില്ലായി റിലാക്സ് ചെയ്ത് പഠിക്കുന്നു. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ തന്നെയാണ്. കാരണം നോർമലി ഒരു യൂണിവേഴ്സിറ്റീസിലും സെക്കൻഡ് ഇയറിലൊന്നും റൗണ്ട്സിന് കൊണ്ടുപോയി അല്ലെങ്കിൽ പേഷ്യൻസുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഭയങ്കര കുറവാണ്. തേർഡ് ഇയർ ലാസ്റ്റ് സെമസ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നോർമലി എല്ലായിടത്തും പ്രാക്ടിക്കൽ ഇത് കിട്ടാറ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനല്ല. തിയറിറ്റിക്കൽ സബ്ജക്ട്സിന്റെ കൂടെ തന്നെ നമുക്ക് പ്രാക്ടിക്കലും കിട്ടുന്നുണ്ട്. നമ്മൾ തിങ്കളാഴ്ചകളിലും ഫ്രൈഡേസിലും ഒക്കെ നമ്മൾ റൗണ്ട്സിന് പോകും. അത് ചിൽഡ്രൻസ് ഡിപ്പാർട്ട്മെന്റിലും അല്ലാണ്ട് തേർഡ് ഇയർ ആകുമ്പോഴേ അവർക്ക് പ്രാക്ടിക്കലി കിട്ടുള്ളൂ. അതുപോലെ പല കൺട്രീസിലും പേഷ്യൻസിനെ ടച്ച് ചെയ്ത് സമ്മതിക്കില്ല. നമുക്ക് സൈഡിൽ നിന്ന് കാണാൻ മാത്രമേ പറ്റൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് പേഷ്യൻസിനെ പോയി നമ്മളാണ് മിക്കവാറും ടീച്ചേഴ്സിന് BP ചെക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ചെയ്യുന്നത്. ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതെ, അടിച്ച് പഠിച്ച് അങ്ങനത്തെ ഒരു സംഭവം അല്ല. അവര് നമ്മളെ മനസ്സിലാക്കി തരണം. ഒന്നാമത് എല്ലാ കുട്ടികൾക്കും നല്ലോണം ഡിറ്റർമൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് നന്നായിട്ടുണ്ട്. ഈ FMG യെ കുറിച്ചൊന്ന് പറഞ്ഞുതരും. ഈ FMG ഒരു വലിയ ഹെഡേക്ക് ആയി കാണുന്നൊരു ഒരുപാട് പേരുണ്ട്. ഇനി ഇവിടെ വന്ന് അവിടെ പോയി പഠിച്ച് ഇവിടെ വന്ന് നമ്മൾ ഡോക്ടർ ആവണമെങ്കിൽ FMG കിട്ടിയില്ലെങ്കിൽ പറ്റില്ല, അയ്യോ അത് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസ് കുട്ടികൾക്കുണ്ട്. സോ വാട്ട് ഈസ് FMG? ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ ആണ് FMG. അത് നോർമലി എല്ലാ കൺട്രീസിലും നമ്മൾ പഠിച്ചു അവിടെ ചെയ്യണം. അവിടുത്തെ കൺട്രി വൈസ് ലൈസൻസിങ് എക്സാമിനേഷൻ നമ്മൾ എഴുതിയേ പറ്റും. അതുപോലെ ഇന്ത്യയുടെ എക്സാം ആണ് FMG. പുറത്ത് പഠിച്ച് ഇവിടെ വന്ന് ഇവിടെ ഡോക്ടർ ആവണമെങ്കിൽ ഇത് വേണം. അതേപോലെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാം വരുന്നുണ്ട് ഇനി. അത് ഇന്ത്യൻസും എഴുതണം എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ പ്രൊസീജിയർ ഫൈനൽ ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ എഴുതുന്ന FMG ആണ്. ഹെഡേക്ക് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഇതല്ല. നമ്മൾ നോർമലി ഒരു ലൈസൻസിങ് എക്സാം എഴുതുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ നോർമൽ എക്സാം ആണത്. പഠിക്കണം അതുപോലെ പഠിക്കാതെ എന്തായാലും പറ്റില്ല. അപ്പൊ അതാണ് FMG. പിന്നെ പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ FMG ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നാട്ടിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനും തുടർന്ന് ഡോക്ടറായിട്ടുള്ള കരിയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ FMG ചെയ്യുന്നത്. ഈ എക്സാം പാസ് ആയതിനു ശേഷം രജിസ്ട്രേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറായിട്ട് ഒരു ഡിഫറൻസും ഇല്ല. പിന്നെ FMG രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പഠിച്ചോ ഒന്നും വ്യത്യാസമില്ല, എല്ലാം ഡോക്ടർ. അതെ, PSC എഴുതി ഗവൺമെന്റിൽ കയറിയ ഗവൺമെന്റ് സർജൻ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സർജൻ ആയിട്ട് മാറി. അങ്ങനെ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഇല്ല. പിന്നെ നമുക്ക് അവിടുത്തെ പേഷ്യൻസുമായിട്ട് മാത്രമല്ല നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഒരു സ്പെഷ്യൽ റൂൾ ഉണ്ട്. നാട്ടിൽ വന്നു കഴിയുമ്പം കമ്പൽസറി ആയിട്ട് ഓരോ വെക്കേഷൻസിലും ഇവിടത്തെ ഹോസ്പിറ്റലിൽ ഒരു മാസം വർക്ക് ചെയ്തോളണം. ഇന്ത്യയിൽ വന്ന് നമ്മുടെ ഹോം ടൗണിലുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു മാസം ഒബ്സർവേഷൻഷിപ്പ് ചെയ്തോളണം എന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് റൂളുണ്ട്. സമർക്കന്തിന് റൂൾ.
അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒബ്സർവേഷൻഷിപ്പ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് അതിന്റെ സർട്ടിഫിക്കറ്റുമായിട്ടാണ് നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ പോകാനായിട്ട് പറ്റുള്ളൂ. അതായത് സെക്കൻഡ് ഇയർ ഞങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മള് അവിടുത്തെ ഹോസ്പിറ്റൽസിൽ അവിടുത്തെ പേഷ്യൻസ് മാത്രമല്ല, ഇവിടുത്തെ പേഷ്യൻസിനും ഇവിടുത്തെ ഹോസ്പിറ്റലുമായിട്ടും നമുക്ക് ഒരു കണക്ഷൻ വേണം. അതുകൊണ്ട് തന്നെ അതൊരു റൂളായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോവാം, അങ്ങനല്ല, നമ്മൾ പോയേ പറ്റൂ, ഇവിടെ ഒരു മാസം പോകണം. അപ്പൊ നമ്മളിപ്പോ അതിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയുണ്ട്? അതായത് നമ്മളിപ്പോ നാട്ടിലൊക്കെ ഹോസ്റ്റൽ ലൈഫ് കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ചിലവരൊക്കെ പറയണേക്കാം ഹോസ്റ്റൽ ചെന്ന് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പറയല്ലോ മൊത്തത്തിൽ. ഏത് ഹോസ്റ്റല്, ഫുഡ്, ടോയ്ലറ്റ്സ്, കുളിക്കാനുള്ള സൗകര്യം, അതൊക്കെ ഒരു ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാവരും വരി നിൽക്കുന്നു, വെള്ളം കൊണ്ടുപോകുന്നു, ബക്കറ്റും തോർത്തിട്ട് നിൽക്കുന്നു, അങ്ങനെയൊക്കെയാണോ? ടെൽ മീ അബൌട്ട് ഹോസ്റ്റൽ ലൈഫ് അറ്റ് സമ്മർകന്ത്. ഹോസ്റ്റലിലെ ഫുഡ് എന്ന് പറയുമ്പോൾ നാട്ടിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡൊന്നും കിട്ടില്ല. എന്നാലും പുറത്തൊരിടത്ത് പോയിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ചോറും കറിയൊക്കെ കിട്ടുന്ന കാര്യമാണ്. ചോറും ഇതൊക്കെ കിട്ടും, പരിപ്പൊക്കെ കിട്ടും. ഇന്ത്യൻ ഫുഡ് തന്നെയാണ് നമുക്ക് ഡെയിലി. സാമ്പാർ പിന്നെ ഹോസ്റ്റലില് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ചിക്കൻ ഒക്കെ വെച്ച് തരും. നല്ലൊരു കാര്യമാണ്. നോൺ വെജ് ഒക്കെ ഉണ്ട്. നോൺ വെജ് ഉണ്ട്. പിന്നെ ഹോസ്റ്റലില് സെപ്പറേറ്റ് ഗേൾസ് ആൻഡ് ബോയ്സ് ഹോസ്റ്റൽസ്, അത് വലിയൊരു കാര്യമാണ്. നമ്മളോട് മാംഗ്ലൂർ പോലും ഇപ്പൊ മിക്സഡ് ഹോസ്റ്റൽ അല്ലേ? സെപ്പറേറ്റ് ഗേൾസ് സെപ്പറേറ്റ് ഉണ്ട്. ആക്ച്വലി പാരന്റ്സിനൊരു കംഫർട്ട് അവരാലോചിക്കുമ്പോ അല്ലേ? അത് എല്ലാവരും പാരന്റ്സിന്റെ ഒരു കൺസേണാ. മിക്സഡ് ആന്ന് പറയുമ്പോ അയ്യോ ഒരു തോട്ട് വരും. ഇത് സെപ്പറേറ്റ് ഗേൾസ് ആൻഡ് ബോയ്സ് ഹോസ്റ്റലാണ്. ഒരു 9:30 കഴിയുമ്പോ ഹോസ്റ്റൽ അടയ്ക്കും. അപ്പൊ നേരത്തെ കയറാനും കാര്യങ്ങൾ. പിന്നെ അവിടെ പോലീസ് ആയാലും ഫുൾ ടൈം 24/7 പെട്രോളിംഗ് ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിനാണ് ഞങ്ങൾ ഭയങ്കര സേഫ് ആണ്. ഞങ്ങളുടെ തൃശ്ശൂർ റൗണ്ടിൽ 24/8-10 3 വണ്ടി റൗണ്ടിലുണ്ടാവും കമ്പൽസറി. തൃശ്ശൂർ റൗണ്ടിൽ പോലീസ് ജീപ്പ് പെട്രോളിംഗ് ഉണ്ടാവും. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് യൂണിവേഴ്സിറ്റി ആയാലും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസിലി അക്സസിബിൾ ആണ് അവിടെ. പിന്നെ സേഫ്റ്റിയുടെ കാര്യമായാലും നല്ലതാണ്. ഈ ടോയ്ലറ്റ് ഹോസ്റ്റലിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം അവിടെ നീറ്റാണ്. എപ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ട് വാഷ്റൂം നീറ്റ് ആണോ എന്ന്. അതുകൊണ്ട് അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെ. എല്ലാ ഫ്ലോറിലും ടോയ്ലറ്റ്സ് ഉണ്ട്. ടോയ്ലറ്റ്സ് ഉണ്ട്. അത് എപ്പോഴും ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ അവിടെ മാമന്മാരുണ്ട്. അപ്പം അവര് അമ്മമാരാണ് നമ്മുടെ. അവര് നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്ത് ക്ലീൻ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ലോണ്ടറി സർവീസ് ഫ്രീ ആണ്. ഫ്രീ ലോണ്ടറി സർവീസ് ആണോ? അപ്പം ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അലക്കലും തയ്ക്കലും. ലോണ്ടറി സർവീസ് ഒക്കെ നമുക്ക് ഹോസ്റ്റലിനകത്ത് ഫ്രീ ആണ്. ഫ്രീ വൈഫൈ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ഫ്രീ ആണ്. അതാണ് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യണല്ലേ, വളരെ സുഖമായിട്ട്. അപ്പോ അത് ഒരു ഭയങ്കര പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഫുഡ് കഴിക്കാൻ ഹോസ്റ്റലിലേക്ക് നമുക്ക് ഫുഡ് എത്തിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടും പുറത്തേക്ക് ഇറങ്ങി ഫുഡ് അങ്ങനെ ദൂരെ പോയി കഴിക്കാനൊന്നും വേണ്ട. ഹോസ്റ്റലിൽ നമുക്ക് ടൈമിംഗ് ഉണ്ട്. ടൈമിങ്ങിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അവൈലബിൾ ആണ്. അതുപോലെ വെള്ളവും അതെ, ഓൾവേസ് വാട്ടർ ഉണ്ട്. ഡ്രിങ്കിങ് വാട്ടർ, മിനറൽ വാട്ടർ എക്സ്ട്രാ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഓരോ റൂമിലേക്കും വേറെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും അവര് അവിടെ റൂമിൽ ഇൻഡിവിജ്വലി വെള്ളമുണ്ട് അല്ലേ? നമ്മളൊക്കെ പഠിക്കണ കാലത്ത് ഈശ്വര, ഞാൻ എന്റെ ഫ്രണ്ട് GC-ലുണ്ടായിരുന്നു. വെള്ളം പോയി കുളത്തുനിന്ന് കോരാ, കിണറ്റിന്ന് കോരണം. അതുപോലെ എപ്പോഴും കറണ്ട് പോവുക അങ്ങനത്തെ ഒന്നുമില്ല. എപ്പോഴും ഇലക്ട്രിസിറ്റി അതൊക്കെ പെർഫെക്റ്റ് ആണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. 2 and 4 എന്നുള്ളൊരു രീതിയിലാണ് റൂംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. 2 കുട്ടികളുടെ സ്റ്റേയും 4 കുട്ടികളുടെ സ്റ്റേയും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ എങ്ങനെയാന്ന് വെച്ചാൽ അവര് നമുക്ക് ഹോസ്റ്റൽ അലൗട്ട് ചെയ്ത് ഇഷ്ടമുള്ള ഗാങ്ങിന്റെ കൂടെ അലൗട്ട് ചെയ്ത് തരും. പിന്നെ ഈ പറഞ്ഞ പോലെ നാട്ടിലത്തെ ഹോസ്റ്റലിലെ പോലെ ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ബക്കറ്റും കപ്പൊന്നും പോരണ്ട. പക്ഷെ രസമാണ് ഇത്. ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. എന്തേലും ഭയങ്കര കണക്ഷൻ ആണ്. 4 കുട്ടികൾ ഒരു റൂമിൽ നിൽക്കുമ്പം ഒരു വീട്ടിലുള്ള പോലെ അവിടെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. നമ്മള് തമ്മിൽ ഭയങ്കര കണക്ഷൻ ആണ്. ഒരാൾക്ക് വയ്യെങ്കിൽ നമ്മളെ നോക്കാൻ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനത്തെ ഒരു വലിയ അതെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാം കൊണ്ടും. പിന്നെ അവിടെ ഹോസ്റ്റൽ വാർഡൻസ് ആണെങ്കിലും നാട്ടിലത്തെ പോലെ ഹോസ്റ്റൽ വാർഡൻസ് അല്ല.
അവിടെ നമ്മള് റഷ്യനില് മാമ എന്ന് പറഞ്ഞ അമ്മയാണ്. ഓ ഓ ഓ നമ്മളവരെ അമ്മ എന്നാണ് വിളിക്കുക. ഭയങ്കര സ്നേഹമാണ്. നമ്മള് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം എടുത്ത് തരാനോ അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളോട് വാടം മുമ്പിൽ ഞങ്ങൾ അവിടുത്തെ മാമ എന്നൊക്കെ പറയുമ്പോ വീട്ടുകാരുടെ ഒരു വലിയ പേടി അതായിരുന്നു. റാഗിങ് ഉണ്ടോ, ഹോസ്റ്റൽ വാർഡൻ ഒന്നുമില്ല. വളരെ കംപ്ലീറ്റ്ലി റാഗിങ് ഫ്രീ ആയിട്ടുള്ള ഒരു മലയാളികളില്ലേ അവിടെ? പക്ഷെ റാഗിങ് ഒന്നുമില്ല. ഒന്നാമത് വേറൊരു കൺട്രിയിലായതുകൊണ്ടായിരിക്കും. നമ്മുടെ അവിടെ ഇതിനൊന്നും നിയമമില്ലാത്തുള്ളൂ. ദുബായിൽ പോയാ ഇവിടെ തുപ്പണോനെ അവിടെ തുപ്പില്ലോ. എന്റെ ഇവിടെ വേസ്റ്റ് വലിച്ചെറിയണം, ദുബായിൽ വേസ്റ്റ് വലിച്ചെറിയില്ലോ. പേടിയുണ്ട്. ആ പേടി പുറത്തെവിടെ ചെന്നാലും ഉണ്ട്. നമ്മുടെ അവിടെ ഒന്നും പേടിയില്ല. ക്ലീൻ ആയിട്ടുള്ള കൺട്രിയാണ്. അതുപോലെ വേസ്റ്റ് അങ്ങനെയൊന്നും തൃശ്ശൂര് പോലെ. അപ്പോ ആ ഒരു ഇത് എന്തായാലും ഹോസ്റ്റലിനകത്ത് കിട്ടുന്നുണ്ട്. വളരെ സേഫ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ഹോസ്റ്റലിനകത്ത് കിട്ടും. പിന്നെ യൂണിവേഴ്സിറ്റിന്നും നമ്മുടെ ഒഫീഷ്യൽസ് ഹോസ്റ്റൽ വിസിറ്റ് ചെയ്യാൻ വരാറുണ്ട്. കാരണം നമ്മളെ ഹോസ്റ്റലിലേക്ക് വരും. കറക്റ്റ് ആയിട്ട് പ്രോപ്പർലി വെള്ളം, ഇലക്ട്രിസിറ്റി എല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്ന് നോക്കാൻ യൂണിവേഴ്സിറ്റിന്നും അങ്ങനെ എപ്പോഴും വിസിറ്റിന് ആൾക്കാർ വരാറൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സേഫ്. ഹോസ്റ്റലൊക്കെ വളരെ ചിൽ ലൈഫാണ്. ക്ലൈമറ്റ് എന്താ അവിടുത്തെ? തണുപ്പാണോ ചൂടാണോ? വിന്ററും സമ്മറും ഉണ്ട്. സമ്മേഴ്സിൽ നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഹെവി സമ്മറിൽ കണ്ടിട്ടില്ല, നിന്നിട്ടില്ല. ഹെവി സമ്മർ ടിൽ വാട്ട് ടെമ്പറേച്ചർ? 45 ഉണ്ട്. തൃശ്ശൂർ പൂരത്തിനൊക്കെ പോലെ ഇരിക്കും. വിന്റേഴ്സ് വന്നിട്ട് ഹൈയസ്റ്റ് റെക്കോർഡ് ടെമ്പറേച്ചർ -25 ആണ്. പക്ഷെ ഇപ്പൊ -25 ഒന്നും ഇല്ല. ഒരു -10, -15 വരെയൊക്കെ ജാക്കറ്റ് എല്ലാം വേണം അവിടെ അവൈലബിൾ. നമ്മളൊന്നും ഇവിടുന്ന് വാങ്ങിയിട്ട് പോകേണ്ട ഒരു കാര്യമില്ല. കാരണം അവിടെ വളരെ ചീപ്പായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും. നമ്മൾ നോർമലായിട്ട് അവിടെ ചെന്ന് മാർക്കറ്റിൽ പോയിട്ട് വളരെ ചീപ്പായിട്ടാണ് ജാക്കറ്റ്സ് ഒക്കെ. കാര്യമില്ല. അങ്ങനെയാണ് ക്ലൈമറ്റ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നല്ല ചിൽഡ് വെതർ ആണോ? അല്ലെങ്കിൽ സ്പ്രിംഗ് നമ്മള് നാട്ടിലെ പോലെ അല്ല. അവിടെ ഗാർഡൻ, വടക്കുന്നാൻ ഗാർഡൻ പോലെ കുറെ ഗാർഡൻ ഒക്കെ ഉണ്ട്. അതുപോലെ നാട്ടിലത്തെ പോലെ അല്ല. നമുക്ക് നാട്ടിലെ സമ്മറും റെയിനി സീസണും മാത്രമല്ല ഉള്ളൂ. അവിടെ 4 സീസൺ നമുക്ക് കാണാൻ പറ്റും. വിന്റർ സീസൺ ഉണ്ട്, സമ്മർ ഉണ്ട്, ഓട്ടം ഉണ്ട്, സ്പ്രിംഗ് ഉണ്ട്. നമുക്ക് നമ്മുടെ കൺമുന്നിൽ പൂ വിരിയുന്നതും ഇല പൊഴിയുന്നതും കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാം. മഴയുണ്ടോ? മഴയുണ്ട്. നമുക്ക് വളരെ എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ സെപ്റ്റംബറിൽ വരുന്നുണ്ട്. സെപ്റ്റംബർ എന്താ സീസൺ? എന്താ സെപ്റ്റംബറിൽ നമുക്ക് ഓട്ടം സീസണാണ്. വിന്ററിന് തൊട്ട് മുന്നേ ഓട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു തണുപ്പും. നമ്മുടെ ഈ പ്രാവശ്യത്തെ കുട്ടികളൊക്കെ കൊണ്ട് എന്തായാലും കുട്ടികളുടെ കൂടെ ഞങ്ങളും വരാനുള്ള പ്ലാൻ. ഞാൻ പേഴ്സണലി റൂമിൽ ഫാൻ പോലും ഇടാതെ കിടന്നുറങ്ങുന്ന ഒരാളായിരുന്നു നാട്ടിൽ വെച്ചിട്ട്. ഇത്രയും ചൂട്. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു തണുപ്പത്ത് ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം സത്യം പറഞ്ഞാൽ അവിടെ ഇല്ല. നമുക്ക് ഹോസ്റ്റൽസിലെല്ലാം സ്നോ പെയ്യും. ഹോസ്റ്റൽസിലെല്ലാം ഹീറ്റേഴ്സും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഹെവി സ്നോയുടെ സമയത്ത് നമുക്ക് ഒരു 10 to 15 days ഹോളിഡേ തരും യൂണിവേഴ്സിറ്റി. അപ്പൊ നമുക്ക് ഹെവി സ്നോയിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഹീറ്റേഴ്സും എല്ലാം പ്രോപ്പർ ലെവൽ ചൂടുവെള്ളം ഉണ്ട് എപ്പോഴും കുളിക്കാൻ. ആക്ച്വലി ചുരുക്കം പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി പ്ലേസ് അല്ലേ? ഇപ്പൊ ഇത്ര നേരം പറഞ്ഞെന്ന് വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും നെഗറ്റീവ് സൈഡ്സ് ആയിട്ട് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ? ആണ്. ഹോസ്റ്റൽ സൗകര്യങ്ങൾ നല്ലതാണ്. ടീച്ചേഴ്സ് മലയാളികളുണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, ലൈബ്രറി ഇന്ത്യൻ ബുക്സ് ഉണ്ട്. ഓവറോൾ നോക്കുമ്പോൾ സമർക്കന്ത് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വാവുലാണ് നിങ്ങൾ പറയണേ അല്ലെ? പഠനം മാത്രമുള്ളോ അതോ ബാക്കി നമ്മുടെ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെ പോകുന്നു? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവന്റ്സ് ഉണ്ടോ? കൾച്ചറൽ ഈവനിങ്സ് എല്ലാം ഉണ്ട്. സ്പോർട്സ് ഉണ്ട്. കേൽ ഉത്സവം ഞങ്ങളുടെ മലയാളികളുടെ ഉത്സവം. കേൽ ഉത്സവങ്ങൾ എന്തൊക്കെയുള്ള അതില് ലൈക്ക് എന്തൊക്കെയാ നിങ്ങളുടെ അവിടുത്തെ സ്പോർട്സ്? എന്തൊക്കെയാ? ക്രിക്കറ്റ് ഉണ്ട്, ബാസ്കറ്റ്ബോൾ ഉണ്ട്, ബാഡ്മിന്റൺ ഉണ്ട്, ബോൾ ഉണ്ട്. പക്ഷെ കൂടുതലും ക്രിക്കറ്റും ബാസ്കറ്റ്ബോളും ബാഡ്മിന്റൺ ഒക്കെയാണ്. ചുട്ടിങ് പോലൊന്നുമില്ല അല്ലേ? ഓക്കെ. പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്തൊക്കെ? ഡാൻസും പാട്ടും അങ്ങനെ എല്ലാവിധം. ഒന്നിനൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട് അല്ലേ? അവിടെ പാടാറുണ്ടോ? പാടാറുണ്ട്. നമുക്ക് കൾച്ചറൽ ഈവനിങ്സും അങ്ങനെ എല്ലാ പ്രോഗ്രാംസ് വരാറുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റീസിന്റേതായിട്ടുള്ള പ്രോഗ്രാംസും
വരാറുണ്ട്. ലൈക്ക് നമ്മുടെ ഡി സോൺ എന്നൊക്കെ പറയണ പോലെ ഉണ്ടോ? അതുപോലെ പ്രോഗ്രാംസ് വരും, ആ സമയത്ത് നമുക്ക് കോമ്പറ്റീഷൻസ് വരും, അങ്ങനെ നമ്മൾ പോയി പാടാറുണ്ട്. അപ്പൊ അത് കൾച്ചറലി വരാറുള്ളൂ. അങ്ങനെ കൾച്ചറലി ഭയങ്കര റിച്ച് ആണ്. ഇന്ത്യൻ കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ അവിടെ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എവിടെയാ? തൃശ്ശൂർ ആയിരിക്കും അല്ലേ? ഇന്ത്യ അല്ല, തൃശ്ശൂര് കേരളത്തിന്റെ ആണ് കേട്ടാ, പക്ഷെ ഞാനത് ഇന്ത്യയുടെ പറയുന്നു. ഓക്കെ. അതുപോലെ ഒരു വലിയ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ കൾച്ചറൽ ഈവനിങ്ങിന്റെ സമയത്ത് ഇന്ത്യൻ എംബസി ഡെലിഗേറ്റ്സ് വരാറുണ്ട്. എംബസി ഇപ്പൊ എല്ലായിടത്തും ഇല്ലേ? ആക്ച്വലി ഇല്ല, പല കൺട്രീസിലും ഇന്ത്യൻ എംബസി ഇല്ല. നെയ്ബറിംഗ് കൺട്രീസിന്റെ ഇന്ത്യൻ എംബസി ഇല്ലാത്ത ഒത്തിരി കൺട്രീസ് ഉണ്ട്. ഈവൻ MBBS അബ്രോഡ് ഉള്ള പല കൺട്രീസിലും ഇന്ത്യൻ എംബസി ഇല്ല. നമുക്ക് ഇന്ത്യൻ എംബസി ഉണ്ട്. അപ്പം എന്ത് ഹെൽപ്പിനും നമുക്ക്, അതുപോലെ ഇന്ത്യൻ എംബസിയുടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ക്ലാസ്സസ് എടുക്കാനായിട്ട് ഇന്ത്യൻ എംബസി ഡെലിഗേറ്റ്സ് വരാറുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ എപ്പോഴെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നമില്ല. ഒരു വോറോ അങ്ങനത്തെ ഒന്നും നമ്മുടെ അവിടെ ഇല്ല. ആക്ച്വലി പലർക്കും ഒരു ധാരണയുണ്ട് പാകിസ്ഥാനാണോ, പാകിസ്ഥാന്റെ നെയ്ബർ ആണോ എന്നുള്ളത്, അല്ലെ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാല് കുറച്ച് സ്റ്റോറീസ് ഇട്ടിരുന്നപ്പോ അങ്ങനെ ചോദിച്ചു, ചേട്ടാ അത് പാകിസ്ഥാനിലാണോ? അപ്പൊ ഞാൻ ആലോചിച്ച എന്റെ ദൈവമേ, അവൻ എന്തൊരു ജോഗ്രഫിക്കൽ വിദ്യാഭ്യാസം. ഞാൻ പറയാനൊന്നുമില്ല, പക്ഷെ ഞാൻ ആലോചിക്കാം ആൾക്കാർക്ക് ഇപ്പോഴും ഈ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് നെയ്ബറിംഗ് ആണ് എന്നുള്ളൊരു ഫീൽ ഉണ്ട്. ആക്ച്വലി എവിടെയാ വരണേ? ഇത് ആക്ച്വലി USSR എന്ന് പോയ ഒരു റഷ്യൻ നെയ്ബറിംഗ് ആയിട്ടുള്ള ഒരു ആക്ച്വലി റഷ്യൻ ആണ് അല്ലെ? ഏകദേശം. പക്ഷെ യൂറോപ്യൻ കൾച്ചർ ആണ്. USSR എന്ന് പോയതുകൊണ്ട് യൂറോപ്യൻ കൾച്ചർ ആണ്. അതുപോലെ റഷ്യൻ ബിൽഡ് ആണ്. അതെ അതെ. പേർഷ്യൻ ആർക്കിടെക്ചർ, റഷ്യൻ ബിൽഡ്, അങ്ങനത്തെ രീതിയിലുള്ള ഒരു കൺട്രിയാണ്. അല്ലാതെ പാകിസ്ഥാനായിട്ട് ഇല്ല. സംസാരിക്കുന്ന പോലെ റഷ്യൻ ലാംഗ്വേജ് ആണ്. അവിടെ മെയിൻലി പബ്ലിക് സംസാരിക്കുന്നത് റഷ്യൻ ആണ്. ഉസ്ബെക്ക് എന്ന് പറഞ്ഞ ലാംഗ്വേജ് അവിടെ ഉണ്ട്, വേറെ ലാംഗ്വേജ് ഉണ്ട്. അതല്ലാതെ റഷ്യൻ ആണ് മെയിൻ ആയിട്ട് ആൾക്കാർ സംസാരിക്കുന്നത്. അതുപോലെ നമ്മളെ പഠിപ്പിക്കുന്ന നമുക്കൊരു സബ്ജക്ട് ഉണ്ട് റഷ്യൻ. അത് നമ്മുടെ റെസ്യൂമിൽ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്, റഷ്യൻ അറിയാം എന്നുള്ളത്. ലോക്കൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ റഷ്യൻ അവർ പഠിപ്പിക്കുന്നുണ്ട്. അത് പിന്നീട് നമ്മുടെ റെസ്യൂമിൽ ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്, റഷ്യൻ അറിയാം എന്നുള്ളത്. അതൊരു സാലറി കൂടും. അതെ, ഇതൊരു സംഭവം തന്നെ, ഒരു ലാംഗ്വേജും കൂടി എക്സ്ട്രാ അറിയാന്നുള്ളത്. ഈ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാറുണ്ടല്ലോ, ആ പങ്കെടുക്കുമ്പോ പാടിയൊരു പാട്ട് പാടും. സമ്മർക്കന്തിൽ സമ്മർക്കന്തിൽ വെച്ച് പാടിയൊരു പാട്ട് പാടും. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണ് ചിമിഴിൽ കണ്ടില്ല, കാണാക്കനവിൽ പൊന്നൂഞ്ഞാൽ പടിയിൽ നിന്നോട് ചിന്തും കേട്ടില്ല. ഹോ കളപ്പുര കോലയിൽ നീ കാത്തു നിന്നില്ല, മറക്കുട കോണിൽ മെല്ലെ മെയ്യൊളിച്ചില്ല, പാട്ടൊന്നു പാടില്ല, പാൽ തുള്ളി പെയ്തില്ല, പാട്ടൊന്നും പാടില്ല, പാൽ തുള്ളി പെയ്തില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല, കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല, കാവിൽ വന്നില്ല, പൂരം കണ്ടില്ല, മായ കൈകൊട്ടും മേളവും കേട്ടില്ല, കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. ഈ പാട്ട് അവിടെ പാടിയിട്ടുണ്ട്. പ്രൈസ് അടിച്ചു? പ്രൈസ് അടിക്കാനല്ല, ഒരു ഇവന്റിന് പാടിയിട്ടുണ്ട്. അവിടെ ഈ പാട്ട്, ഡാൻസ്, എന്തൊക്കെ കൾച്ചറൽ ആക്ടിവിറ്റീസ്? എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റീസും അവിടെ ഉണ്ട്. നമുക്ക് ഇന്ത്യൻ കൾച്ചറൽ ഈവനിങ് ഉണ്ട്. അപ്പൊ ഡാൻസ്, പാട്ട്, ഓരോ സ്റ്റേറ്റിന്റെ ഡാൻസുകളും പാട്ടുകളും ഇതുവരെ ആക്കിയിട്ടില്ല. മേളം അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ പഠിക്കുന്ന കുട്ടികളാരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൾച്ചറൽ കമ്മിറ്റിയുടെ ഹെഡാണ്. അപ്പോ കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ചെയ്യിപ്പിക്കാം. പക്ഷെ
കുട്ടികൾ അത്രയ്ക്കും ഈ ചെണ്ടയും മേളമായിട്ടുള്ള കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ വേറെ എന്താ കർണാട്ടിക് മ്യൂസിക് വരെ പാടിയിട്ടുണ്ട് അവിടെ നമ്മുടെ കൾച്ചറൽ ഈവനിങ്ങിന്. കർണാട്ടിക് മ്യൂസിക് പാടാറുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാ തബല ഉണ്ടോ, ഗിറ്റാർ, എന്ത് വേണമെങ്കിലും കീബോർഡ്, എന്ത് അല്ല ഇതൊക്കെ അവിടെ കുട്ടികൾ പെർഫോം ചെയ്യുന്നുണ്ടോ? പെർഫോം ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മള് കൾച്ചറൽ ഈവനിങ് നടക്കുമ്പോ നമ്മള് കീബോർഡ് വായിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവര് കീബോർഡിൽ വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ അവിടെ ക്ലാസ്സസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇപ്പം ഈ ക്ലാസ് നമ്മുടെ കോഴ്സിന്റെ ഇടയിൽ പറ്റില്ലായിക്കൊന്നുമില്ല. ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാം. അങ്ങനെ ഇപ്പം ഞാൻ കീബോർഡ് പഠിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം. അവിടെ ഇഷ്ടം പോലെ ക്ലാസ്സസ് ഉണ്ട്. ഇപ്പൊ എന്റെ മ്യൂസിക് ക്ലാസ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് ക്ലാസ് കഴിഞ്ഞ് വന്ന് വീക്ക്ലി ഓൺലൈനിലായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ പാട്ട് പാടിയപ്പോ എനിക്കൊന്ന് പാട്ട് പഠിച്ചാലോ എന്നൊരാഗ്രഹം. പക്ഷെ ഞാൻ ബാത്റൂമിൽ മാത്രം പാടാറ്. ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാ അതിൽ പറയുമ്പോ ഫ്യൂച്ചർ, അതായത് ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറിലും നോക്കുകയാണെങ്കിൽ സാലറി വൈസും അല്ലെങ്കിൽ ഹൗ ഗുഡ് ഇറ്റ് ഇസ്? ജോബ് ഓപ്പർച്യൂണിറ്റി എനിവേ നമ്മൾ പഠിക്കുന്ന MBBS ആണ്, നമ്മൾ ഡോക്ടറാണ്. ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു കടമറി വെച്ച് നോക്കിയാൽ മതി. പിന്നെ ഇപ്പൊ എല്ലാ സെക്ടേഴ്സിലും AI വരുന്നുണ്ട്. നമുക്ക് AI ചിലപ്പോ വന്നേക്കാം, പക്ഷെ എങ്കിൽ പോലും നമ്മള് ചെയ്യുന്ന അസിസ്റ്റ് ചെയ്യാൻ നമ്മള് വേണം. അപ്പൊ അതുകൊണ്ട് ഒരു മെഷീനിൽ കയറി കിടന്ന് തന്നെ വർക്കാവില്ല. അപ്പൊ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. പിന്നെ MBBS ഡോക്ടറിന് മാത്രമല്ല, ഒരുപാട് കമ്പനീസിൽ ഇപ്പം നോൺ ക്ലിനിക്കലായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട്. MBBS പഠിക്കണം, പക്ഷെ അവർക്ക് നോൺ ക്ലിനിക്കൽ മതി, അത് ക്ലിനിക്കലി വർക്ക് ചെയ്യേണ്ടെന്നുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസിലും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും അവരെല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ MBBS ആണ് അവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. പിന്നെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് എന്തായാലും നമ്മൾ വന്ന് FMG എക്സാം പാസ് ആയതിനു ശേഷം PSC എഴുതുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് അസിസ്റ്റന്റ് സർജൻ ആയിട്ട് നോർമലി നമ്മുടെ ഇന്ത്യൻസ് കയറുന്ന പോലെ തന്നെ നമുക്ക് കയറാൻ പറ്റും. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും എങ്ങനെയാണോ ഇന്ത്യൻസ് പഠിച്ചിറങ്ങുന്നത് അതേപോലെ നമുക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ നീറ്റ് PG എഴുതാനുള്ള നമ്മുടെ PG നീറ്റ് എഴുതാനുള്ള എല്ലാ ഫെസിലിറ്റീസും യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനും പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ എക്സാം എഴുതി നമ്മൾ നോർമലി PG ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ PG ചെയ്യാം, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വെസ്റ്റേൺ മൈഗ്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അതും പറ്റും. നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് UK US അങ്ങനത്തെ എല്ലാ കൺട്രീസിലേക്കും പോകാനുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. ചില യൂണിവേഴ്സിറ്റീസ് കൊടുക്കില്ലെന്നല്ല, അവർക്ക് പോകാൻ പറ്റില്ല. അതായത് ഫുൾ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം US-ലൊന്നും നമുക്ക് പോയി എക്സാം എഴുതാൻ പോലും, അതായത് USന്റെ USMLE എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെഡിക്കൽ ലൈസൻസിങ് എക്സാം, ആ എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി പോലും മറ്റു പല യൂണിവേഴ്സിറ്റീസിലും ഇല്ല. നമ്മുടെ ECFMGE എന്ന് പറയുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതെ, ചെയ്യാൻ പറ്റും. ഫ്യൂച്ചറിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ ഹ്യൂജ് ആണ്. ചെറിയൊരു ഡോക്ടറായിട്ട് ഏതൊരു ഹോസ്പിറ്റലിൽ കയറാന്നുള്ളത് മാത്രമല്ല, നോൺ ക്ലിനിക്കലായിട്ട് റിസർച്ച് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ ഒളിമ്പിയാഡ്സ് ഉണ്ട് നമുക്ക്. അപ്പം മറ്റ് കൺട്രീസ്, ജപ്പാൻ, കൊറിയ, റഷ്യ, അങ്ങനത്തെ ഇന്ത്യ, ആഫ്രിക്ക, അങ്ങനത്തെ ഒത്തിരി കൺട്രീസിൽ നിന്ന് ഡെലിഗേറ്റ്സും ടീച്ചേഴ്സും ഒപ്പം സ്റ്റുഡൻസും വരും. അപ്പം നമുക്ക് നമ്മുടെ തിസീസ് സബ്മിറ്റ് ചെയ്യാനും അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനും, അതുപോലെ പുതിയ റിസർച്ച് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള ക്ലാസ്സസ്, അതുപോലെ ഇന്റർനാഷണൽ കോൺഫറൻസസ് ദുബായിലും അവിടെ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അതിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ യൂണിവേഴ്സിറ്റി. ഇവൻ എൻ്റെ 2 ഫ്രണ്ട്സ് പോയിട്ടുണ്ടായിരുന്നു. അവര് പോയി ന്യൂറോ സർജറിയുടെ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വളരെ ഡബിൾ ആണ്. നോർമലി ഒരു കുട്ടിക്ക് കിട്ടുന്ന എക്സ്പോഷർ അല്ല നമുക്ക് അതുപോലെ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. MBBS കഴിഞ്ഞാൽ ഡോക്ടറായി ക്ലിനിക്കൽ സർജറി ചെയ്ത്, അങ്ങനെയല്ല. ബ്രോഡ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ക്ലിനിക്കലാണോ നോൺ ക്ലിനിക്കലാണോ, ഏത് സബ്ജക്റ്റിനോടാണ് നമുക്ക് താല്പര്യം, ടീച്ചിങ് എടുക്കണം എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് പോകാൻ എല്ലാം ഗൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യൻ ടീച്ചേഴ്സും ആയതുകൊണ്ട്. അപ്പൊ അവരാണെങ്കിൽ അവര് മെയിൻലി നമ്മുടെ അടുത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഞങ്ങളുണ്ട്, ഞങ്ങൾ പഠിക്കുമ്പോ ആരും ഇല്ല എന്നുള്ളത് വലിയൊരു പോയിന്റ് ആണ്. നമ്മളിപ്പോ എന്തെങ്കിലും ചേട്ടാ പഠിക്കണ്ടേ അല്ലെങ്കിൽ സാർ പഠിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. അവര് നമ്മൾ കംപ്ലീറ്റ് ജേർണിയില് അതെ
ഗൈഡ് ചെയ്ത് നമ്മളെ ഇതാക്കും. അപ്പൊ അവിടുത്തെ ക്ലൈമറ്റിൽ നമുക്ക് എന്തെങ്കിലും ഇൽനെസ്, എന്തെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ നമ്മുടെ അവിടെ കിട്ടുന്ന പോലെ പാരസെറ്റമോളും സാധനം അവിടെ കിട്ടുമോ, അല്ലെങ്കിൽ ഹെൽത്ത് എങ്ങനെയാ അവിടെ ചെന്ന് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇത് വന്ന്, ഇപ്പൊ ഡോക്ടറാണ് കുറുന്തോട്ടിക്കും വാദം വരാലോ, ഹൗ ഇസ് ദ ഹെൽത്ത് സിറ്റുവേഷൻ? നമ്മുടെ മെഡിസിൻസ് എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. കിട്ടും. നമുക്ക് അവിടെ സിട്രസിനും പാരസെറ്റമോളും എല്ലാം കിട്ടും. ഒരു പ്രശ്നമില്ല. അത് എല്ലായിടത്തും മെഡിക്കൽ ഷോപ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ടീച്ചേഴ്സിനെ തന്നെയാണ് നമ്മൾ മിക്കവാറും കൺസൾട്ട് ചെയ്യാറ്. അതുപോലെ ഹെൽത്ത് കെയർ ഫ്രീ ആണ്, ഇൻഷുറൻസ് ഉണ്ട്, അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഹെൽത്ത് മാത്രമല്ല, അല്ലാതെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഹെൽപ്സ് അവിടെ ചെന്ന് നമുക്ക് ആവശ്യം വരും. നമുക്ക് ഇന്ത്യൻ സ്റ്റുഡന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, ഫോർ സ്റ്റുഡൻസ് ബൈ സ്റ്റുഡൻസ് എന്നാണ് അവരുടെ മോട്ടോ. അത് നമുക്കുണ്ട്. അപ്പം നമ്മൾക്കിപ്പോ എന്തെങ്കിലും ഒരു ഇൽനെസ് ഉണ്ട്, ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ പാസ്പോർട്ട് ഓഫീസിൽ പോകണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വിങ് ഉണ്ട്, ഹെൽത്ത് വിങ് ഉണ്ട്, കൾച്ചറൽ വിങ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് വിങ് ഉണ്ട്, എഡ്യൂക്കേഷണൽ വിങ് ഉണ്ട്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് വിങ്സും അവർക്ക് അവരുടെ ഹെഡും ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ കോണ്ടാക്ട്, നമ്മുടെ ഫുൾ നമ്പർ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, നമ്മുടെ സീനിയേഴ്സ് തന്നെയാണ് അവര്. അപ്പൊ അവര് നമ്മളെ ഗൈഡ് ചെയ്യാനും ഹോസ്പിറ്റലില് നമ്മുടെ കൂടെ വന്ന് ലാംഗ്വേജ് അറിയുന്ന ചേട്ടന്മാർ, നമ്മൾ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ ലാംഗ്വേജ് അറിയില്ലല്ലോ, അവിടെ ലാംഗ്വേജ് അറിയുന്ന ചേട്ടന്മാരാണ് അവിടെ ചേച്ചിമാരും ഉള്ളത്. അപ്പൊ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവര് ഡോക്ടേഴ്സുമായിട്ട് സംസാരിക്കാനും ഒക്കെ, മരുന്നുകൾ വാങ്ങി നമ്മളെ ഹോസ്റ്റലിൽ തിരിച്ചെത്തിക്കാനും, ഫോളോ അപ്സിനും അവര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കും, മാറിയോ, ഇനി എക്സ്ട്രാ പോണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. ഭയങ്കര റാഗിങ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ പുറത്തായതുകൊണ്ട് തന്നെ അതുപോലെ പുറത്തായതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലുണ്ട്, ഓക്കെ ഇത് പുറത്ത് കൺട്രിയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ ചെന്നപ്പോ ഞാൻ ഫേസ് ചെയ്ത കുറെ, അയ്യോ ഇതെങ്ങനെയാ അതെങ്ങനെയാ, അപ്പൊ നമ്മുടെ ജൂനിയേഴ്സ് വരും നമുക്കറിയാം ഇത് ഫേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റാഗിങ് തോന്നില്ല, നമുക്ക് ഹെൽപ്പ് ചെയ്യാനേ തോന്നും. നമ്മള് വന്നപ്പോ നമ്മുടെ സീനിയേഴ്സ് അങ്ങനെ തന്നെയായിരുന്നു, നമ്മളത് കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ ജൂനിയേഴ്സ് വരുമ്പോ എന്തൊരു സാധനം വാങ്ങാൻ പുറത്തു പോകണമെങ്കിലും നമ്മൾ ചെന്ന് പാലിൽ തന്നെ, ഇപ്പൊ പാല് വാങ്ങാനെങ്കിൽ എന്തിനും പുറത്തു പോകണം, നമുക്കറിയില്ല എന്താണ് പാല്, ഏതാ തൈര് ഒന്നും നമുക്കറിയില്ല. അപ്പൊ ആ സമയത്ത് അവര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എം എന്ന് എഴുതിയതാണ് പാല്, കെ എന്ന് എഴുതിയതാണ് മോര് തൈര് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അവരുടെ ലാംഗ്വേജിലാണ്, പക്ഷെ ലൈക്ക് എം ലെറ്റർ ആണ്, ഇംഗ്ലീഷ് ലെറ്റർ തന്നെയാണ് എഴുതിയേക്കുന്നത്. മിൽക്ക് അല്ല, മൊലോക്കോ എന്നാണ് പറയാ. അപ്പം അത് നമുക്ക് ആദ്യം കാണുമ്പോ എന്താണെന്ന് അറിയില്ലല്ലോ, നമ്മുടെ അടുത്ത് അങ്ങനെ നമുക്ക് പറഞ്ഞു തരും, എം എന്ന് എഴുതിയേക്കുന്നത് പാലാണ് കേട്ടോ എന്ന്, മൊലോക്കോ എന്നാണ് എഴുതിയേക്കുന്നത്, പക്ഷെ എം ആണ്. അപ്പൊ അങ്ങനത്തെ ഗൈഡൻസ് ഒക്കെ നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആയി, ചെറിയ കാര്യമാണ്. അതേപോലെ ജാക്കറ്റ് വാങ്ങാൻ പോവാ, നമുക്കറിയില്ല എങ്ങനത്തെ ജാക്കറ്റ് എവിടുന്ന് മേടിക്കണം, എത്ര പൈസയാണ് ശരിക്കും എന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ സീനിയേഴ്സ് നമ്മുടെ കൂടെ വരും ജാക്കറ്റ് വാങ്ങാനും എല്ലാത്തിനും ഹെൽപ്പിനും. അതുപോലെ ഫുഡ് എവിടെ നല്ലത് കിട്ടും എന്ന് പറഞ്ഞു തരാനും ഒക്കെ അതൊരു ഭയങ്കര പ്ലസ് പോയിന്റ് ആയിരുന്നു. അതായത് എല്ലാ ബേസിക് നീഡ്സും അവർ സാറ്റിസ്ഫൈ ചെയ്ത് എല്ലാത്തിനും കൂടെ വന്ന് എല്ലാം ഗൈഡ് ചെയ്ത് നമ്മുടെ അവിടെയൊക്കെ പറയും പോയിട്ട് റൈറ്റ് കഴിഞ്ഞോ, അവിടെ ഏതെങ്കിലും കടയിൽ മേടിച്ചോ. ഈ ഉസ്ബെക്കിലെ ആൾക്കാർ നമ്മളെ, ഇപ്പം ഞാനൊക്കെ എപ്പോഴും ലേയിൽ പോകുമ്പോൾ പറയും നല്ല ആൾക്കാരാ ലഡാക്കില്. കാരണം നമ്മളൊരാൾ അവര് നമ്മളോട് പെരുമാറുന്നതും അവരുടെ ഒരു വെൽക്കമിങ്ങും ടൂറിസ്റ്റിനോടുള്ള ഒരു ഇടപഴകുന്ന രീതി ഉണ്ടല്ലോ, ഭയങ്കര ജെന്യുവിനും ക്യൂട്ടാ അവര് നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ. അത് അപ്പാർട്ട് ഫ്രം മണി, കാശിനെ അല്ലാതെ അവർ നമ്മളോട് ചെയ്യുന്ന ഒരു സ്നേഹം, അനുകമ്പ ഒക്കെ ഭയങ്കര രസമാണ് ലഡാക്കിലെ ആൾക്കാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലഡാക്കിലെ ആൾക്കാരെ. അതുപോലെ ഈ ഉസ്ബെക്കിലെ ആൾക്കാർ നോക്കുകയാണെങ്കിൽ എങ്ങനെയാ അവര് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ അവിടുത്തെ ടൂറിസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്യുന്നത് എങ്ങനെയിരിക്കും? ഉസ്ബെക്കിലെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവര് നമ്മുടെ ഫിലിം അവർ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാറുഖ് ഖാനെയും അങ്ങനെ എല്ലാവരും അവർക്ക് അറിയാം. ഷാറുഖ് ഖാൻ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. ഷാറുഖ് ഖാനെ വിട്, ഷാറുഖ് ഖാൻ ഇന്റർനാഷണൽ ആണ്. അറിയണ്ടാവുമായിരിക്കും അല്ലേ? അറിയാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ മൂവീസ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരാറുണ്ട് റഷ്യൻ. അപ്പൊ ഇന്ത്യൻ മൂവീസ് കണ്ടു വളർന്നു, നമ്മുടെ കൾച്ചേഴ്സ് അവർക്ക് ഒരുപാട് അറിയാം. നമ്മുടെ താജ്മഹലും അവിടുത്തെ സിൽക്ക് റൂട്ടുമായിട്ട് കണക്ഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ കൾച്ചറും അവിടെ കൾച്ചറുമായിട്ട് ഇച്ചിരി കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ലി നേച്ചറാണ് അവര്. അതായത് ലോക്കൽസ് ഭയങ്കര സഹായം. ഇപ്പൊ നമ്മൾ പുറത്ത് നിൽക്കുകയാണ്, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പോലും നമ്മള് പുറത്തുനിന്ന് വന്നു അങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നുമില്ല. അവരുടെ കൂടെ ഉള്ളതുപോലെ നമ്മളെയും കൂടെ ചേർത്ത്. കോഴിക്കോട് നിന്ന് ഒരു ടീം വന്നിട്ട് പൂരം കാണാൻ വന്നു, ആ കുട്ടികൾക്കാണെങ്കിൽ ഒന്നും അറിയില്ല.
ആ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞെന്നാ, ചേട്ടാ ഞങ്ങള് പെട്ട് നിൽക്കായിരുന്നു, എവിടെയാ കാണണ്ട എന്താ പരിപാടി എന്ന് അറിയാണ്ട ഒരു അപ്പൂപ്പൻ വന്ന് ഞങ്ങളെ കൊണ്ടുപോയി എല്ലാം കാണിച്ചു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കുട്ടികളായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരെ പുള്ളി കൊണ്ടുപോയി പൂരൊക്കെ കാണിച്ച് പുള്ളിയെ കൂടെ മറഞ്ഞു പോയി. അതൊരു ആ സിറ്റിയുടെ ഭംഗിയത്. അപ്പൊ ഉസ്ബെക്കിലും അത് ഉണ്ടെന്നാണ് പറഞ്ഞു തരണേ. അവര് ചിലപ്പോ തൃശ്ശൂർക്കാരായിരുന്നുണ്ടോ പണ്ട്. അങ്ങനെ ഭയങ്കര ഒരു ഫ്രണ്ട്ലി നേച്ചറാണ്. ലൈക്ക് എന്ത് സഹായം വേണമെങ്കിൽ അവർ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്തു തരും. ഇപ്പൊ ഒരു കുട്ടി തണുപ്പത്ത് ജാക്കറ്റ് ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ സ്വന്തം ജാക്കറ്റ് ഊരി കൊടുക്കും. അങ്ങനെ ഭയങ്കര ഒരു സഹായം ഉള്ള ഒരു ആൾക്കാരാണ്. സെയിം ലൈക്ക് തൃശ്ശൂർക്കാരെ പോലെ തന്നെ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഈ പോകുന്ന കുട്ടികൾ ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ അവർ നോക്കണം? യൂണിവേഴ്സിറ്റിയുടെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇത് ഇത്രയും ഇതാണോ, ഇത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളതാണോ, ഇത്ര പഴക്കമുള്ളതാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ സർട്ടിഫിക്കേഷൻസ്, അതെന്തൊക്കെ നോക്കണം? ഒരു ചെക്ക് ലിസ്റ്റ് പറഞ്ഞുതരും. ഒരു കുട്ടിക്ക് ഉസ്ബെക്കിൽ പോകണം അല്ലെങ്കിൽ സമർക്കന്ദിൽ പോകണമെങ്കിൽ അവിടെ എന്തൊക്കെ നോക്കണം? നമുക്ക് NMC നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ അപ്രൂവൽ ഉള്ള യൂണിവേഴ്സിറ്റി ആണോ എന്ന് നോക്കണം. പിന്നെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ECFMG, അതുപോലെ ഒരുപാട് പുറത്ത് വെസ്റ്റേൺ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണോ എന്ന് അത് വളരെ ഇതായിട്ട് നോക്കണം. പല യൂണിവേഴ്സിറ്റീസും ഉണ്ടെന്ന് പറയലേ ഉള്ളൂ, ഇല്ല. അപ്പൊ അതിന് നമ്മള് അതിന്റെ അഫിലിയേഷൻ നമ്മൾ എവിടുന്ന് അത് അതിനൊരു സൈറ്റ് ഉണ്ട്, ഇന്റർനാഷണൽ സൈറ്റ് ഉണ്ട്. ആ സൈറ്റില് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് അടിച്ചു കൊടുക്കുമ്പോൾ വരും എത്ര സർട്ടിഫൈഡ് ആയിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഉള്ളത് എന്ന് വരും. അതുപോലെ വേൾഡ് റാങ്കിങ്, വേൾഡില് ഇത്രയും MBBS യൂണിവേഴ്സിറ്റീസ് ഉള്ളതില് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് എത്ര റാങ്ക് ഉണ്ട്, അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ ആ കൺട്രി വൈസ് റാങ്കിങ്. നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ ഏക യൂണിവേഴ്സിറ്റി ആണ്, ബാക്കി എല്ലാം മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. ഇത് വലിയ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി. ബാക്കിയെല്ലാം സമർക്കണ്ട് അല്ലെങ്കിൽ സമർക്കണ്ടിലല്ല, മറ്റ് റീജിയൻസിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടാണ് ഉള്ളൂ, യൂണിവേഴ്സിറ്റി ഇല്ല. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് അല്ല. അപ്പോ അത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞങ്ങള് നോക്കിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കാം ഒത്തിരി ഉണ്ട്. നമ്മൾ MBBS മാത്രമല്ല, പുറത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം സ്കാമിന്റെ ഒരു കളിയാണ്. എല്ലാ സ്ഥലത്തും എവിടെ നോക്കിയാലും കൺസൾട്ടൻസീസ് ആണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ വൈസായിട്ട് ചൂസ് ചെയ്യും. ഞങ്ങൾ വന്നു, ശ്രീനിചേട്ടനാണ് നമുക്ക് ഹെൽപ്സ് ചെയ്തു തന്നത്. ആ സമയത്ത് ഈ സൈറ്റിൽ നിന്ന് നമുക്ക് അടിച്ച് കാണിച്ചു തരിക ചെയ്തു. നോക്കും നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ ഇത്ര സർട്ടിഫൈഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഒരു ഹിഡൻ ചാർജസും, ഞാൻ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിക്കുന്നു, അപ്പം ഒരു ഹിഡൻ ചാർജസും ഉണ്ടായിട്ടില്ല ഇതുവരെ. എന്താണോ നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നിട്ടുള്ള നമ്മുടെ ഷീറ്റ്, ആ ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന പൈസ അല്ലാതെ എക്സ്ട്രാ ഒരു ഇന്ന ചാർജ്, മറ്റേ ഫീസ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ എന്താണോ നമുക്ക് ഇവിടെ നിന്ന് തരും എന്ന് പറഞ്ഞത് അത് നമുക്ക് അവിടെ ചെന്നപ്പോൾ കൺസൾട്ടൻസികൾ ഒരുപാടായ കാരണേ ആൾക്കാർക്ക് ഇപ്പോ കൺഫ്യൂസ്ഡാ, അവരെങ്ങനെയാ എങ്ങനെയാ. അപ്പൊ എൻ്റെ അടുത്തൊക്കെ ഞാൻ പരിചയമുള്ള ഒരുപാട് കുട്ടികള് ഇന്ന യൂണിവേഴ്സിറ്റിയാന്ന് പറഞ്ഞ് വെബ്സൈറ്റും ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുത്ത് അവിടെ എത്തുമ്പോ ഒരു ഷെഡാ, ഒന്നുമില്ല. ആ യൂണിവേഴ്സിറ്റി അടുത്ത കൊല്ലം ചിലപ്പോൾ റീകോൾ ചെയ്യും, ക്യാൻസൽ ചെയ്യും. വെബ്സൈറ്റിൽ നോക്കുമ്പോൾ വലിയ സ്ഥാപന. അപ്പോൾ അവിടേക്കാ ഞങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഈ അബ്രോഡ് എന്നുള്ള ഞങ്ങളിങ്ങനെ ഈ കോൺസെപ്റ്റിലേക്ക് എത്താൻ തന്നെ കാരണം നിങ്ങളെപ്പോലെ കുറേ കുട്ടികൾ പോയവര് നിങ്ങളുടെ ടെസ്റ്റിമോണിൽ നിങ്ങൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞില്ലേ, ഇതാണ് ഞങ്ങളുടെ വാല്യൂ. അല്ലാതെ അതിൽ കാശല്ല. നിങ്ങൾ ഈ പറയുന്ന ഞങ്ങളിവിടെ ഇങ്ങനെ എത്തി, ഇവിടെ സേഫാണ്, ഞങ്ങൾക്ക് അന്ന് പറഞ്ഞ അതേ ഫീസിലാണ് നമ്മളിപ്പോഴും, അതേപോലെ നിങ്ങളുടെ പേരൻസ് പറയുന്നത്, ഇതൊക്കെയാണ് ഞങ്ങളുടെ വാല്യൂ, അതാണ് ഞങ്ങളുടെ ഗുഡ് വില്ല്, വേറെ ഒന്നുമില്ല. അപ്പൊ ഇതാണ് സമർക്കന്ദിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ ജെന്യുവിൻ റിവ്യൂ ആണ്. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം സമർക്കന്ദിൽ പഠിക്കണോ വേണ്ടേ എന്നുള്ളത്.